തിമിംഗല സ്രാവുകൾക്കൊപ്പം നീന്തിയും ലാവ നിലയ്ക്കാത്ത അഗ്നിപർവ്വതങ്ങളുടെ ഓരത്തുകൂടി നടന്നും ആസിഡ് തടാകത്തിൽ എത്തി നോക്കിയും യാത്ര തുടരുകയാണ് എറണാകുളം മുപ്പത്തടം സ്വദേശി ഗീതു മോഹൻദാസ്. കോവിഡ് തട്ടിക്കളഞ്ഞ പോളാർ പര്യവേഷണം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഗീതു എന്ന IT പ്രൊഫഷണൽ. സ്കൂളിൽ പഠിച്ച സമയത്ത് നേച്ചർ ക്യാമ്പുകളിൽ കൂടിയാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ യാത്രയുടെ ഒരു ലഹരി നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് പുറത്തു വരാൻ പറ്റില്ല. ഈ ഒരു കേവിലേക്ക് ലൈറ്റ് വരുന്നത് ആ ഒരൊറ്റ പോയിന്റിൽ നിന്നാണ്. ഇപ്പോൾ നമ്മൾ കൊറോണിലുള്ള ട്വിൻ ലഗൂൺ എന്ന് പറയുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. എൻ്റെ പുറകിൽ കാണാൻ പറ്റുന്നുണ്ടോ? അടുത്തിടെ ഞാൻ പോയി വന്നൊരു യാത്രയാണ് ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞൊരു രാജ്യത്തേക്ക്. ഫിലിപ്പൈൻസ് സെലക്ട് ചെയ്യാനൊരു കാരണമുണ്ട്. ഒരു ഫ്ലൈറ്റ് യാത്രയിലാണ് ഞാൻ സാഡിൻ റൺ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ വായിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അട്രാക്റ്റഡായി. ഇത് എവിടെ കാണാൻ പറ്റും എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞ രാജ്യത്തിൽ ഓസ്ലോബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, മോൾബോൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സാഡിൻ റൺ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ പറ്റുന്നു. അതിൽ ആ കോടിക്കണക്കിന് മീനുകളുടെ കൂടെ നമുക്ക് ഡൈവ് ചെയ്യാൻ പറ്റും എന്നറിയുന്നത്. ഈ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടേയില്ല ഇത്രയും അധികം മീനുകൾ എൻ്റെ ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങും എന്നുള്ളത്. ആ മീനുകളിൽ ഒരാളായിട്ട് ഞാനും ഇങ്ങനെ നീന്തി പോവുകയാണ്. വെയിലുകളുടെ കൂടെ, അതായത് തിമിംഗല സ്രാവുകളുടെ കൂടെ നീന്തണം എന്നും അതിനെ കാണണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഓസ്ലോബ് എന്ന് പറയുന്ന സ്ഥലത്ത് അതിനുള്ളൊരു അവസരം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഓസ്ലോബിലേക്ക് പോവുകയും അവിടെ ഈ തിമിംഗല സ്രാവുകളുടെ കൂടെ നീന്തിയത് എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിപ്പം, ഈ സിനിമയിലും TV യിലൊക്കെ കാണുമ്പോൾ ഈ ജീവിക്ക് ഇത്ര വലിപ്പം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അത്ര നീളവും ഒരു പ്രത്യേക ശബ്ദവുമാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനെ നീന്തി പോയപ്പോൾ ഞാൻ വേറൊരു ലോകത്ത്, കടലിൻ്റെ അടിയിലുള്ള ഒരാളാണെന്നുള്ള ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടായത്. പിന്നെ കടലിൻ്റെ ഒരു നിറം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് ശരിക്കും ആ രാജ്യം എന്ന് പറഞ്ഞാൽ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത 30 ദിവസങ്ങളാണ് ഫിലിപ്പൈൻസ് സമ്മാനിച്ചത്. ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇല്ലെങ്കിൽ ഇതാ കണ്ടോ, ജാവ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാര്യം അവിടെ അഗ്നിപർവ്വതങ്ങളുടെ മുകളിൽ കൂടി ട്രക്ക് ചെയ്യാൻ പറ്റും. അതും ആക്റ്റീവായിട്ടുള്ള വോൾക്കാനോ. അത് പേര് ഇജ്ജൈൻ എന്നാണ്, മൗണ്ട് ഇജ്ജൈൻ. മൗണ്ട് ഇജ്ജൈൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആസിഡ് തടാകം കാണാൻ പറ്റും. പിന്നെ അത് ഇപ്പോഴും ഇങ്ങനെ ഫ്ലെയിംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അവിടുന്ന് ഫ്യൂംസും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ഒറ്റയ്ക്കാണ് മൗണ്ട് ഇജ്ജൈനിലേക്ക് ട്രക്കിങ്ങിന് പോയത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ കൊമഡോ ഡ്രാഗണിനെ എവിടെ കാണാൻ പറ്റും എന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ലാബുൻ ബാജയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു 10 ദിവസം ഞാൻ ലാബുൻ ബാജയിൽ ഉണ്ടായിരുന്നു. ലാബുൻ ബാജയിലെ ട്രൈബൽ വിഭാഗങ്ങൾ താമസിക്കുന്ന നാടുകളിലേക്ക് പോയിട്ടുണ്ട്. അതും ഒറ്റയ്ക്കാണ് പോയേക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ കൊമഡോ ഡ്രാഗണുകളെ കാണാൻ പറ്റിയതും പിങ്ക് നിറത്തിലുള്ളൊരു ബീച്ച് കാണാൻ പറ്റിയതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രകളിലൊന്നാണ്. പോളാർ എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളൊരു യാത്രയാണ്. അതിന് സെലക്ഷൻ കിട്ടുകയും ചെയ്തു.
അങ്ങോട്ടേക്ക് പോകാനുള്ള, സ്വീഡനിലേക്ക് പോകാനുള്ള വിസയും ഒക്കെ അടിച്ച് കിട്ടിയതാണ്. ആ സമയത്ത് ഈ ഫ്ലൈറ്റ് കയറുന്നതിന് 2 ദിവസം മുമ്പാണ് കോവിഡ് ഈ ലോകം മൊത്തം വ്യാപിച്ചിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ ബോർഡറുകളൊക്കെ അടച്ച് പോകാൻ പറ്റാണ്ടാവുന്നത്. അത് തീർച്ചയായിട്ടും ഞാൻ പോയിരിക്കും. അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇപ്പോൾ.